നമ്മളൊക്കെ വല്ല മരിച്ചിടത്തൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരാന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാൻ അടുത്ത മിനിസ്ട്രിയിലുള്ളതാണ്, ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നതാണ് ചോദിച്ചാൽ, അവിടെ ചെന്നപ്പോൾ ഒരു അച്ഛന്മാരും സിസ്റ്റർമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തോളൂ. അവർ പ്രാർത്ഥിക്കുന്നത് ഫോളോ ചെയ്യും. ഞാൻ പലപ്പോഴും ചെല്ലുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും എന്നും പറഞ്ഞ് അതൊന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് പറയും പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഈ മരിച്ച ആത്മാവിൻ്റെ മേലും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും എന്ന് പറഞ്ഞ് ഞാനും പെട്ടോ, മരിച്ച ആൾ അതിൽ പെട്ടു. പിന്നെ ഈശോനെ പഠിപ്പിക്കാൻ പോകണം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ ഈ ആത്മാവിൻ്റെ മേലും എന്നും പറഞ്ഞു. എന്തിനാ വെറുതെ വെള്ളം കൂട്ടണേ? ഞാനെന്നിട്ട് ഒരു പ്രാവശ്യം ചെന്നിട്ട് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാനൊരു മരിച്ചിടത്ത് ചെന്നപ്പോൾ ഇതേ പെൺകുട്ടികൾ ജന്മം ഉണ്ടെങ്കിൽ സിസ്റ്റർക്ക് എന്ത് കുന്തറിയാമെന്നും പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ആവർത്തിച്ചു. അവസാനം ഇതിൽ സ്ട്രോങ് ആക്കിയിട്ട് നിൽക്കുന്ന ചേച്ചിമാരുണ്ടാവുമല്ലോ, ഈ പ്രാർത്ഥനയ്ക്ക് സ്ട്രോങ്. ഞാൻ അവിടത്തേക്ക് ചെന്നിട്ട് പതിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ഈശോ പഠിപ്പിച്ചു ഇതുപോലെ ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം 9 കർണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു സിസ്റ്ററിൻ്റെ അമ്മാമ്മയാണ്. അപ്പോൾ അമ്മാമ്മയെ സ്വർഗ്ഗത്തിൽ പോകണം എന്ന് വിശുദ്ധ പൗലോസിന്റെ ഡയറി പറയുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ചേച്ചി ഒന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പിന്നീടുള്ള പ്രാർത്ഥന. ദയവ് ചെയ്തിട്ട് പ്രാർത്ഥനക്കാരെ, നിങ്ങൾ അവിടെ ചെല്ലുമ്പം ഏത് അച്ഛനായാലും ഏത് സിസ്റ്ററായാലും അവർക്കൊന്ന് കീഴ്വഴങ്ങിക്കോ. അവരെന്തായാലും കുറേ കാലം പഠിച്ചിട്ട് വന്നതല്ലേ. ഇപ്പോൾ അവിടെ നിൽക്കുന്ന സിസ്റ്റർ ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും പഠിച്ചിട്ട് ഈ ആത്മാവിൻ്റെ മേലും കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. കാരണം ഈ വേണ്ടാന്ന് പറയുന്നില്ല. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും നമ്മൾ പഠിപ്പിക്കാൻ പോകണ്ട. അത് കാരണം തൻ്റെ അഭിഷിക്തരെ തൊട്ടു പോകരുതെന്ന് ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.